ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ബൈബിൾ സ്റ്റഡിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം, ദ ബുക്ക് ഓഫ് ജെറമ്യ, ചാപ്റ്റർ 3. 3-ാം അധ്യായത്തിൽ ദൈവത്തിന് ഇസ്രായേൽ ജനത്തോട് നീരസമുണ്ടാകുവാനുള്ള കാരണങ്ങൾ അവർ ചെയ്തു കൂട്ടുന്ന അകൃത്യം നിമിത്തമാണെന്ന് ദൈവം യിരെമ്യാവിനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതായി കാണാം. യിരെമ്യാവിന്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ സമയത്ത് നൽകിയ ദൂതുകളാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ സമയത്ത് യിരെമ്യാവിനെ പോലെ തന്നെ ഒരു ചെറുപ്പക്കാരനായിരുന്ന യോശിയ രാജാവ് ദൈവത്തെ അന്വേഷിക്കുകയും രാജ്യത്തെ പലവിധമായ നവീകരണങ്ങൾ നടപ്പാക്കുകയും ചെയ്യുകയായിരുന്നു. യോശിയാവിന്റെ കാലത്താണ് യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം ദേവാലയത്തിലെ ചപ്പുകൂനക്കിടയിൽ നിന്ന് കണ്ടെത്തിയത്. യോശിയാവ് യഹൂദയിലെ വിഗ്രഹസേവ നീക്കുവാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. രാജ്യം ജീവനുള്ള ദൈവത്തെ തള്ളിക്കളഞ്ഞ് വിഗ്രഹങ്ങളെ ആരാധിക്കുവാനായി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇസ്രായേലും യഹൂദയും വിഗ്രഹസേവയിലേക്ക് പോയി. കാരണം ജീവനുള്ള ദൈവത്തിൽ നിന്നവർ അകന്നു മാറി മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ അവർ വെമ്പൽ കൊള്ളുന്നു. അവർക്കുള്ള ന്യായവിധി ഭയാനകമാണ്. എന്നാൽ അവരുടെ ജീവിത നിഷ്ഠകളെ അത് തകർക്കുകയും ധാർമ്മികമായ ഒരവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. ചെറുപ്പക്കാരായ യോശിയ രാജാവിൻ്റെയും യിരെമ്യാ പ്രവാചകന്റെയും ഒരുമിച്ചുള്ള പ്രവർത്തനം എത്ര വലിയ മാറ്റമാണ് രാജ്യത്തുണ്ടാക്കിയതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേലിനെയും യഹൂദയെയും, തെക്കേ രാജ്യത്തെയും വടക്കേ രാജ്യത്തെയും, ആ രണ്ട് രാജ്യങ്ങളും ദൈവത്തോട് കാണിച്ച വളരെ മോശമായ ഇടപെടൽ ദൈവത്തിന് വളരെ നീരസം ഉണ്ടാക്കി. ഇനി നമുക്ക് ചാപ്റ്റർ 3 വേഴ്സസ് 1-3, 3-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. യഹൂദയുടെ ആത്മീക അവസ്ഥ എത്ര ശോചനീയമാണ്. ദേശം ഭയങ്കരമായ അസാർമികത്വത്തിലായി. ദേശത്തിന്റെ നിലവാരം വളരെ താണ അവസ്ഥയിലായി. ദേശം വേശ്യാവൃത്തി ചെയ്തു. എങ്കിലും ദൈവം അവരെ മടങ്ങി വരുവാൻ വിളിക്കുകയാണ്. ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അകന്നു മാറി തന്നെ തന്നെ ഏത് കാര്യത്തിന് അടിമയാക്കുന്നുവോ അതാണ് വിഗ്രഹാരാധന. ഒരു മനുഷ്യൻ അത്യാഗ്രഹത്തോടെ തൻ്റെ ശക്തിയും സമയവുമെല്ലാം അതിനായി സമർപ്പിക്കുന്ന സ്ഥിതിയാകുമ്പം ഒരു വിഗ്രഹം അവനിൽ രൂപപ്പെടുന്നു. അതവരെ നശിപ്പിക്കും. ദൈവം സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും ദൈവമാണ്. മൊട്ടക്കുന്നുകളിലേക്ക് തലപൊക്കി നോക്കുക. ആ സ്ഥലം പരസംഗത്താൽ വഷളായിരിക്കുന്നു. വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ വെച്ചിരുന്ന പൂജാഗിരികളെ മൊട്ടക്കുന്നെന്ന് വിശേഷിപ്പിക്കുന്നത്. യഹൂദ വഷളത്വം പ്രവർത്തിച്ച് ദേശം മലിനമാക്കി. ജനങ്ങൾ ദേശം മലിനമാക്കിയതിനാൽ ദേശത്തെ മഴ നിലച്ചു. ഇന്നും ആ ദേശം, അറേബ്യൻ ദേശം, വരണ്ട ദേശമായിരിക്കുന്നു. 2 തരത്തിലുള്ള മഴ ഇസ്രായേൽ ദേശത്തെ സ്പ്രിംഗ് ടൈമിൽ വീണിരുന്നു. അതാണ് മഴയും പിന്മഴയും. ദാറ്റ് ഈസ് ഫ്രം മാർച്ച് ടു ഏർലി ഏപ്രിൽ. വരൾച്ചയുള്ള ദേശമായതിനാൽ മഴ അത്യന്താപേക്ഷിതമാണ്. ദേശം വരൾച്ചയുടെ അനുഭവത്തിലെത്തിയിട്ടും ജനം അവരുടെ നെറ്റി കടുപ്പമാക്കി. ഒരു വേശ്യയെപ്പോലെ ഇസ്രായേൽ ആയിട്ടും അവൾക്ക് അതൊരു നാണംകേടായി തോന്നിയില്ല. യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായം 7-ാം വാക്യത്തിന്റെ ലാസ്റ്റ് പാർട്ടിൽ ഇപ്രകാരം പറയുന്നു: ഇസ്രായേൽ ഗ്രഹമൊക്കെയും കടുത്ത നെറ്റിയും കഠിന ഹൃദയവും ഉള്ളവരത്രേ. വേഴ്സ് 4 and 5. ദൈവം ഇന്നും ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കുന്നു. നീ ഒരു അനുതാപത്തിലേക്ക് മടങ്ങി വന്ന് ദൈവത്തെ യഥാർത്ഥമായി കണ്ടുമുട്ടുമെങ്കിൽ ദൈവം പാപം ക്ഷമിക്കാൻ മതിയായവനാണ്. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് തന്റെ കരുണയ്ക്കായി അപേക്ഷിക്കുന്നു. അവരുടെ പാപത്തിന് തക്ക ശിക്ഷ ലഭിച്ചതാണ്. ഇപ്പോൾ അവർ ചോദിക്കുന്നു, അവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുമോ?
അവൻ സദാകാലം ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുമോ? 103 സങ്കീർത്തനം 9 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവൻ എല്ലായ്പ്പോഴും ഫത്സിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. നീ ഇന്നു മുതൽ എന്നോട്, എൻ്റെ പിതാവേ, നീ എൻ്റെ യൗവനത്തിലെ സഖി എന്ന് വിളിച്ചു പറയുകയില്ലയോ? ദൈവം എല്ലാം അറിയുന്നു. നാം പോകുന്ന വഴി ദൈവം അറിയുന്നു. നാം ആരെയാണ് സേവിക്കുന്നതെന്നറിയുന്നു. ജനം തെറ്റിലേക്ക് വഴുതി വീഴുന്നത് അവൻ അറിയുന്നു. അവർ ഉയർന്ന നിലവാരത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുന്നത് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇനിയും വേഴ്സ് 6-8. യോശിയ രാജാവിന്റെ വാഴ്ചയുടെ കാലത്തെ യഹോവ യിരെമ്യാവിനോട് അരുളിച്ചെയ്തു, വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് നീ കണ്ടുവോ? ഇസ്രായേൽ വിശ്വാസത്യാഗിനിയാണ്. വിശ്വാസത്യാഗിനി മീൻസ് അൺഫെയ്ത്ത്ഫുൾനെസ് ഓർ അവിശ്വസ്തത. ആരോടെ? ദൈവത്തോടെ. ദൈവത്തിന് സഹിക്കവയ്യാത്തൊരു പാപം ബൈബിളിലെ വിഗ്രഹാരാധനയാണ്. ഇസ്രായേൽ ഉയരമുള്ള എല്ലാ മലമുകളിലും എല്ലാ പച്ച മരത്തിൻ കീഴിലും ചെന്ന് അവിടെ പരസംഗം ചെയ്തു. ദൈവത്തോടെ അവിശ്വസ്തത കാണിച്ചു. എന്നാൽ ദൈവം ഇസ്രായേലിനെ തങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ പരിശ്രമിച്ചു. ദൈവത്തിന്റെ ഉദ്ദേശം ദൈവജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുക, മാനസാന്തരത്തിലേക്ക് മടക്കി വരുത്തുക എന്നതാണ്. എന്നാൽ അവർ മടങ്ങി വരുന്ന മനോഭാവം കാണിച്ചില്ല. അത് കാരണം അവരെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോയി. വിശ്വാസപാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി അത് കണ്ടു. വിശ്വാസപാതകിയായ യഹൂദ എന്ന് വെച്ചാൽ റച്ചറസ്, അല്ലെങ്കിൽ ദ്രോഹി, വഞ്ചകൻ, ചതിയൻ എന്നാണ്. ഇസ്രായേലും യഹൂദയും ദൈവത്തോട് തെറ്റാണ് ചെയ്തതെങ്കിലും യഹൂദയുടെ പാപം വളരെ മോശമായ രീതിയിൽ ആയിരുന്നു. യഹൂദ ഇസ്രായേലിന്റെ സഹോദരി എന്ന് ദൈവം കാണുന്നു. അടിമത്തത്തിലേക്ക് പോയ തന്റെ സഹോദരി ഇസ്രായേൽ രാഷ്ട്രത്തിൽ നിന്നും ഒരു പാഠം പഠിക്കാൻ ദൈവം യഹൂദയോട് പറയുകയാണ്. യഹൂദയുടെ പാപം ഇപ്പം ഇരട്ടിച്ചിരിക്കുകയാണ്. യഹൂദയ്ക്ക് വരുവാൻ പോകുന്ന ന്യായവിധിക്ക് കാരണം ഇസ്രായേൽ പാപം ചെയ്തപ്പം ദൈവത്തിന്റെ ശിക്ഷാവിധി അവരുടെ മേൽ വരുന്നത് യഹൂദ കണ്ടിട്ടും അവൾ മനം തിരിയാതിരുന്നത് അവൾക്ക് കൂടുതൽ ശിക്ഷാവിധിക്കിടയാക്കി. നമ്മളും എത്ര നല്ല അനുഗ്രഹിക്കപ്പെട്ട പാരമ്പര്യമുള്ളവരാണ്. രക്ഷയുടെ സുവിശേഷം കേൾക്കാൻ ധാരാളം അവസരങ്ങൾ ദൈവം നമുക്ക് തന്നു. പക്ഷേ ഇന്ന് ദൈവജനത്തോടുള്ള താല്പര്യം കുറയുന്നു. വേഴ്സ് 9-12. വിഗ്രഹാരാധന വേദപുസ്തകം മനസ്സിലാക്കി തരുന്നത് വ്യഭിചാരം അല്ലെങ്കിൽ പരസംഗത്തോടാണ്. ജനങ്ങളുടെ പരസംഗം ഹേതുവായി ദേശം മലിനമായി പോയി. കല്ലിനോടും മരത്തോടും വ്യഭിചാരം ചെയ്ത് ബിംബങ്ങളെ ഉണ്ടാക്കി അവർ ആരാധിച്ചു. ദൈവം ഹൃദയത്തിലെ ചിന്തകളെയും രഹസ്യങ്ങളെയും അറിയുന്നു. ദ്രോഹിയായ യഹൂദ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ ഹൃദയത്തിൽ കാപട്യം കാണിച്ചു. ദൈവം നാം പോകുന്ന വഴി അറിയുന്നു, നാം ആരെയാണ് സേവിക്കുന്നതെന്നറിയുന്നു. ഇവിടെ 2 വാക്കുകൾ കൊണ്ട് ദൈവം ഇസ്രായേലിനെയും യഹൂദയെയും ചിത്രീകരിച്ചിരിക്കുന്നു. വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ മീൻസ് അവിശ്വസ്തത. വിശ്വാസപാതകിയായ യഹൂദ മീൻസ് ദ്രോഹി, വഞ്ചകൻ, ചതിയൻ. ദൈവം യിരെമ്യാവിനോട് അരുളിച്ചെയ്തു, ഇതൊക്കെയായിട്ടും ഇസ്രായേൽ യഹൂദയേക്കാൾ നീതിയുള്ളവളാണ്. ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, നീ അവരോട് പറയണം, ഇവർ എന്നോട് വളരെ പാപം ചെയ്ത് പിന്മാറ്റത്തിലേക്ക് പോയിരിക്കുന്നു. അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണമെന്ന് അവരെ ബോധിപ്പിക്കാം. ദൈവം ഇസ്രായേൽ മക്കളെയും യഹൂദ മക്കളുടെയും തങ്ങളുടെ പാപം ഉപേക്ഷിച്ച് തന്നിലേക്ക് മടങ്ങി വരുവാൻ ക്ഷണിക്കുന്നു. ഈ അധ്യായത്തിൽ ടോട്ടൽ 7 ടൈംസ് ഇസ്രായേൽ മക്കൾ യഹൂദ മക്കളെ തന്നിലേക്ക് മടങ്ങി വരുന്നതിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. മടങ്ങി വരവേ, അതേ വാക്യം 1 മടങ്ങി വരുവാൻ, വാക്യം 7 2 പ്രാവശ്യം പറയുന്നു മടങ്ങി വരും, മടങ്ങി വന്നില്ല. വാക്യം 10 മടങ്ങി വന്നിട്ടില്ല. വാക്യം
12 മടങ്ങി വരിക. വാക്യം 14 മടങ്ങി വരുവീൻ. വാക്യം 22 മടങ്ങി വരുവീൻ. ദൈവം യിരെമ്യാവിനോട്, നീ ഇസ്രായേൽ ഗോത്രങ്ങളെ നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറയുക. അവിശ്വസ്തതയുള്ള ഇസ്രായേലേ, മടങ്ങി വരിക എന്നരുളി ചെയ്തു. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളോട് കോപം കാണിക്കയില്ല. 145 സങ്കീർത്തനം 8 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുള്ളവൻ. മീഖ 7 അധ്യായം 19 വാക്യം ഫസ്റ്റ് പാർട്ടിൽ പറയുന്നു, അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. ഇസ്രായേലിനെ ദൈവം തങ്കിലേക്ക് തിരിയാൻ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഇന്ന് നമ്മളെയും അവന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ക്ഷണിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 3 അധ്യായം 19 ഇപ്രകാരം പറയുന്നു, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിനെ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. ഇനി വേഴ്സ് 13-15. യിരെമ്യാവിനോട് ദൈവം അന്നത്തെ ജനങ്ങളോട് അരുളി ചെയ്തു, നിന്റെ പാപങ്ങളെ ഏറ്റുപറയുക. ജനങ്ങൾക്ക് കുറ്റം അല്ലാതായി തോന്നുക, അതാണ് ഏറ്റവും വലിയ ഗുരുതരമായ കുറ്റം. ഒരു കുറ്റം ചെയ്തിട്ട് തെറ്റല്ല എന്ന ചിന്താഗതിയിൽ ന്യായീകരിക്കുകയാണ്. നിന്റെ ദൈവമായ യഹോവയുടെ ദ്രോഹം പ്രവർത്തിച്ച് പച്ച മരത്തിൻ കീഴിലൊക്കെയും പൂജാഗിരിക്ക് ബലി അർപ്പിച്ച് അന്യന്മാരോട് നിർമാർഗമായി ഇടപെട്ടു. ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഇരുന്ന നിന്റെ അകൃത്യം സമ്മതിക്ക മാത്രം ചെയ്യുക എന്ന് ദൈവത്തിന്റെ അരുളപ്പാട്. ഇന്ന് കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം തെറ്റ് അംഗീകരിച്ച് പാപം ഏറ്റുപറയാൻ മനസ്സില്ലാത്തതാണ്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവവുമായി നിരപ്പ് പ്രാപിക്കണം. അവിശ്വസ്തരായ ഇസ്രായേൽ മക്കളെ പാപം ഏറ്റുപറഞ്ഞ് എങ്കിലേക്ക് മടങ്ങി വരുവീൻ എന്ന് ദൈവം വീണ്ടും വിളിക്കുന്നു. നിങ്ങൾ മടങ്ങി വന്നാൽ എൻ്റെ അത്ഭുത പ്രവൃത്തികൾ നിങ്ങളിൽ ആരംഭിക്കും. ദൈവം കരുണയുള്ളവരാണ്. ദൈവത്തിൻ്റെ ഇൻവിറ്റേഷൻ എല്ലാവർക്കുമുള്ളതാണ്. ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. ഇത് ദൈവമക്കൾക്കുള്ള ഉടമ്പടിയാണ്. ദൈവം തൻ്റെ മക്കളെ ഏവരെയും സ്വീകരിക്കുന്നു. No matter how many or how few they are. അവർ മടങ്ങി വരാൻ തയ്യാറായാൽ ദൈവം അവരെ എടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും. സിയോൻ എന്ന് പറയുന്നത് ആരാധനയുള്ള ആത്മീകമുള്ള ഒരു സ്ഥലമാണ്. മടങ്ങി വന്നവർക്ക് നിലനിൽക്കണമെങ്കിൽ ആരാധന അത്യാവശ്യമാണ്. ദൈവം അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് സ്വന്തം രാജ്യമായ യെരുശലേമിലേക്ക് കൊണ്ടുവരും. ദൈവം അവർക്ക് പുതിയ ഇടയന്മാരെ, ദൈവത്തിന്റെ മനസ്സിനൊത്ത ഇടയന്മാരെ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് പ്രവർത്തിക്കുന്ന ഇടയന്മാരെ നൽകും. അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയിക്കും. ദൈവത്തിന്റെ കരുണ ഒരിക്കലും തീർന്നു പോയിട്ടില്ല. ഇനി നമ്മൾ വേഴ്സ് 16-18 യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 3 അധ്യായത്തിൽ നമുക്ക് ആ കാലത്തെ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആ കാലത്തെ, അതെ, വേഴ്സ് 16 വേഴ്സ് 17 വേഴ്സ് 18, 16, 17, 18 ആ കാലത്തെ എന്ന് കാണാം. വേഴ്സ് 16 യിരെമ്യാ പ്രവാചകനിൽ കൂടി ദൈവം നൽകുന്ന ഒരു പ്രവചനമാണിത്. അങ്ങനെ നിങ്ങൾ ആ ദേശത്ത് വർദ്ധിച്ചു പെരുകുമ്പോൾ ആ കാലത്തെ മീൻസ് അവരോട് എൽക്കാലത്തേക്കുമുള്ള ഒരു സിസ്റ്റം പറയുകയാണ്. അത് യഹോവയുടെ നിയമപ്പെട്ടകമെന്ന് ഇനിയും പറയുകയില്ല. ഇനിയും വരുവാനിരിക്കുന്ന ഭാവിയിൽ ജനങ്ങൾ ദ ആർക്ക് ഓഫ് ദ കവനന്റ് ഓഫ് ദ ലോർഡ് എന്ന് പറയത്തില്ല. കാരണം ജീസസ് ക്രൈസ്റ്റ് വിൽ റീപ്ലേസ് ദ ആർക്ക്. വീണ്ടെടുപ്പിന്റെയും അനുരഞ്ജനത്തിന്റെയും വാഗ്ദാനം ഇസ്രായേൽ ജനതയ്ക്ക് കൊടുക്കുന്ന അതിമനോഹരമായ ഒരു വാക്യം. അവരുടെ പാപ സ്വഭാവം, അടിമത്തത്തിൽ പോകേണ്ടി വന്ന ഇസ്രായേൽ ജനത്തോടുള്ള ദൈവത്തിന്റെ അഗാധമായ ആഗ്രഹം അവർ തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് വരണമെന്നുള്ളതാണ്. ഇന്ന് കൃപായുഗ സമയത്തെ പെട്ടകം എന്ന് പറയുന്ന കാര്യമില്ല. യഹോവയുടെ നിയമപ്പെട്ടകമെന്ന് മനസ്സിൽ വരികയില്ല, അതിനെ ഓർക്കുകയില്ല, ചെന്ന് കാണാൻ പ്രത്യേക സ്ഥലമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനിയും വേഴ്സ് 17
ആ കാലത്തെ യെരുശലേമിനെ യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. ആ കാലത്ത് മീൻസ് 1000 ആണ്ട് വാഴ്ചയിൽ ന്യൂ ജെറുസലേം ഓർ ദ യൂണിവേഴ്സൽ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് വിൽ ബി ഗോഡ്സ് ത്രോൺ. ഇത് മഹത്തകരമായൊരു പ്രവചനമാകുന്നു. അതൊരു മുത്തുപോലെ വിലപിടിപ്പുള്ളതാണ്. സകല ജാതികളും യഹോവയുടെ നാമനിമിത്തം യെരുശലേമിലേക്ക് വരും. ഇനിയും ജനങ്ങൾ അവരുടെ ദുഷ്ടഹൃദയത്തിന്റെ ശാഠ്യപ്രകാരം നടക്കുകയില്ല. വേഴ്സ് 18, യഹൂദ ഗൃഹം ബാബിലോണിന്റെ അടിമത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഇസ്രായേൽ ഗൃഹത്തോട് ചേരും. ആ കാലത്ത് അവർ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കും. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും അവകാശമായി കൊടുത്ത ദേശത്തേക്ക് അവർ വന്നു ചേരും. ഇനി വേഴ്സ് 19-22, ദൈവം എപ്പോഴും ജനങ്ങളുമായുള്ള അഭേദ്യ ബന്ധത്തിനായി കാംക്ഷിക്കുന്നു. ഞാൻ നിന്നെ ദത്തെടുത്ത് നിനക്ക് ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം നൽകേണ്ടത് എങ്ങനെ എന്നു വിചാരിച്ചു. God's desire to read his people like a father would read his children. ഇസ്രായേലും യഹൂദയും ദൈവത്തോടെ അവിശ്വസ്ത കാണിച്ച് പരസംഗം ചെയ്ത് ബാൽ വിഗ്രഹങ്ങളെ ആരാധിച്ചു. അവർ ഇനിയും പാപം ഉപേക്ഷിച്ച് അനുതപിച്ച് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് വന്നാൽ അവൻ അവരെ കൈക്കൊള്ളും. ദൈവം ഇസ്രായേൽ മക്കൾക്ക് പിതാവും സ്നേഹിതനും ഭർത്താവുമായി അവരെ ഏറ്റവും സ്നേഹിക്കുകയും മറ്റുള്ളവരെക്കാൾ അധികമായി അവരെ കരുതുകയും ചെയ്തു. എന്നിട്ടും ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വാസപാതകം അവനെ വിട്ടുകളയുന്നത് പോലെ ഇസ്രായേൽ മക്കൾ ദൈവത്തോടെ അവിശ്വസ്ത കാണിച്ചിരിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇസ്രായേൽ മക്കൾ നീചമായ പാപങ്ങൾക്കടിമയായി പാപത്തിന്മേൽ പാപം ചെയ്ത് ദൈവമായ യഹോവയെ അവർ മറന്നു കളഞ്ഞു. അവർ തെറ്റായ എല്ലാ വളഞ്ഞ വഴികളിലും നടന്നു. അവർ മൊട്ടക്കുന്നുകളിൽ മേൽ ഉയർന്ന സ്ഥലത്ത് കയറി ദൈവത്തോട് കരഞ്ഞു യാചിക്കുന്നു. അവരുടെ പാപം ക്ഷമിച്ച് കരുണ ലഭിക്കാൻ ദൈവം അവിശ്വസ്തരായ ഇസ്രായേൽ മക്കളെ വീണ്ടും വിളിക്കുന്നു. നിങ്ങൾ അനുതപിച്ച് പശ്ചാത്തപിച്ച് എൻ്റെ അടുക്കൽ വരുവീൻ. ഞാൻ നിങ്ങളുടെ അവിശ്വസ്ത മാറ്റി നിങ്ങളെ സൗഖ്യമാക്കും. നീ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക, ഞാൻ നിന്നെ സൗഖ്യമാക്കും. ദൈവമായ യഹോവ അവരെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. എസ്കേൽ പ്രവചനം 36-26 ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഇതെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. വേഴ്സ് 23-25, രക്ഷ യഹോവയെങ്കിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ, കുന്നുകളിലും പർവ്വതങ്ങളിലും അത് കിട്ടത്തില്ല. ഇസ്രായേൽ മക്കൾ ഉയർന്ന മലകളിൽ വിഗ്രഹാരാധന നടത്തിയിരുന്നു. പക്ഷേ ആ വിഗ്രഹങ്ങൾക്കൊന്നിനും അവർക്ക് സമാധാനം പകരാൻ പറ്റിയില്ല. ഇസ്രായേൽ മക്കൾ ഏക ദൈവത്തിൽ ആശ്രയം വെക്കേണ്ടതിനു പകരം അനേക വിഗ്രഹങ്ങളിൽ അവർ ആശ്രയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 4:12 മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. വേഴ്സ് 24, ഇവിടെ ലജ്ജാ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ബാലിൻ്റെ വിഗ്രഹങ്ങളാണ്. അത് യിരെമ്യാവ് 11-13 ഇപ്രകാരം കാണുന്നു: യഹൂദയെ, നിന്റെ പട്ടണങ്ങളുടെ എണ്ണത്തോളം നിനക്ക് ദേവന്മാരുണ്ട്. യെരുശലേമിലെ വീഥികളുടെ എണ്ണത്തോളം നിങ്ങൾ ആ ലജ്ജാ വിഗ്രഹത്തിന് ബലിപീഠങ്ങളെ, ബാലിന് ധൂപം കാട്ടുവാനുള്ള പീഠങ്ങളെ തന്നെ തീർത്തിരിക്കുന്നു. ഹോശിയ 9:10 ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ ഇവിടെ ഹോശിയ പറയുന്നു: അവർ തങ്ങളെ തന്നെ ലജ്ജാ ബിംബത്തിന് ഏൽപ്പിച്ചു, അവരുടെ ഇഷ്ടദേവനെ പോലെ മ്ലേച്ഛതയുള്ളവരായി തീർന്നു. അവരുടെ വിഗ്രഹങ്ങളോടുള്ള അമിതമായ സ്നേഹം, ആരാധനാ രീതി, അവരുടെ യൗവനകാലം മുതലേ അവരുടെ പിതാക്കന്മാരുടെ എല്ലാ സമ്പാദ്യങ്ങളെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവരുടെ ആടുകളെയും കന്നുകാലികളെയും നശിപ്പിച്ചു. അവരുടെ സമാധാനം കെടുത്തി. അവരെ തമ്മിൽ ഭിന്നിപ്പിച്ച് ദേശത്തെ സമാധാനവും സ്വസ്ഥതയും നശിപ്പിച്ചു.
ഒരു വിഗ്രഹവും ഒരിക്കലും സമാധാനം തരത്തില്ല. വേഴ്സ് 25-ൽ യിരെമ്യാവ് തനിക്ക് വേണ്ടി പാപം ഏറ്റുപറയുന്നതായി ഈ വാക്യത്തിൽ കാണാം. ഇവിടെ യിരെമ്യാവ് പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ലജ്ജയിൽ തന്നെ കിടക്കട്ടെ, ഞങ്ങളുടെ നാണം ഞങ്ങളെ മൂടട്ടെ. ജെറമിയ ഈസ് എക്സ്പ്രസിംഗ് ദ ഡീപ് സെൻസ് ഓഫ് ഷെയിം ആൻഡ് കൺഫ്യൂഷൻ. ഈ വാക്യം യിരെമ്യാവിൻ്റെ ഒരു അനുതാപത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഈ വാക്യത്തിൽ യിരെമ്യാവിൻ്റെ വിനയം, ആത്മാർത്ഥമായ പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധം എന്നിവ നമുക്ക് കാണാം. യിരെമ്യാവ് പറയുന്നു, ദൈവമേ, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും യൗവനം മുതൽ ഇന്നുവരെയും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. മടങ്ങി വരുവീൻ, ഞങ്ങളോട് നീ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടും ഞങ്ങൾ യൗവനം മുതൽ വ്യഭിചാരം, വിഗ്രഹാരാധന, ആഭിചാരം എന്നിവയിൽ തുടർന്നു. ഞങ്ങൾ നിന്റെ വാക്ക് കേട്ടനുസരിച്ചിട്ടുമില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഞങ്ങൾ അനുസരിച്ച് നടന്നിട്ടില്ല. ദൈവവചനം ഞങ്ങൾ നിഷേധിച്ചു. ദൈവിക ചട്ടങ്ങൾ ഞങ്ങൾ ലംഘിച്ചു. ദൈവത്തെ തള്ളിക്കളഞ്ഞ് ഞങ്ങൾ അന്യദൈവങ്ങളെ ആരാധിച്ചു. നമ്മൾ നമ്മളുടെ പാപം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ വിധേയപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മൾക്കെല്ലാ അനുഗ്രഹവും തരുന്ന സത്യേക ദൈവത്തെ നാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ദൈവസന്നിധിയിൽ നമ്മുടെ പാപം ഏറ്റുപറഞ്ഞ് അനുതപിക്കുമ്പോൾ ദൈവം നമ്മുടെ പാപം ക്ഷമിച്ച് നമ്മെ തൻ്റെ മക്കളാക്കി, തൻ്റെ പ്രിയ മക്കളാക്കി തന്നോട് അടുപ്പിച്ച് നിർത്തുന്നു. ഈ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.